ഹായ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് STM32 ക്യൂബ് ഐ ഡി ആണ്. അതായത് നമ്മുടെ STM മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഇതിനകത്ത്. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് STM32 ക്യൂബ് ഐ ഡി. സോ നിങ്ങൾ ഗൂഗിളിനകത്ത് പോയിട്ട് STM32 ക്യൂബ് ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ST മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഫസ്റ്റ്, അതായത് ഗൂഗിളിനകത്ത് വരുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ST മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിനകത്തോട്ട് പോകും. ഈ പേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കുറേ പ്രൊഡക്റ്റ് ഓവർവ്യൂ പരിപാടികളൊക്കെ കാണാം. STM32 ക്യൂബ് ഐ ഡിയുടെ ഇത് കാണാം. ഇവിടെ ഗെറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. ഈ ഗെറ്റ് സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾ ഏത് ഇതാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ചൂസ് ചെയ്യാം. നിങ്ങൾ മാക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക് ചൂസ് ചെയ്യാം. അതല്ല ലിനക്സ് ആണെങ്കിൽ ലിനക്സ് ഇൻസ്റ്റാളർ ഉണ്ട്. നിങ്ങൾ ഉബുണ്ടു ആണെങ്കിൽ നിങ്ങൾക്ക് ഡെബിയൻ ഇൻസ്റ്റാളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വേർഷൻസ് ചൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ വെച്ചിട്ട് തന്നെ പോവാം. ആ ലേറ്റസ്റ്റ് വേർഷൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പം ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വിൻഡോസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ലേറ്റസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ലേറ്റസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസിക്കലി നിങ്ങളെ ഒരു അഗ്രിമെൻറ്റ് സൈനിങ് പേജിനകത്തോട്ട് പോകും. ബേസിക്കലി ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണമെന്നൊന്നുമില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ബേസിക്കലി ഇവരുടെ ഒരു അഗ്രിമെൻ്റ് ആണ്. അതായത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഈ സോഫ്റ്റ്വെയർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഡൗൺലോഡ് ആസ് PDF. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആക്സെപ്റ്റ് കൊടുക്കുക. ഇത് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ടേക്ക് ചെയ്യുക ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും. അതായത് 3 രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു MyST അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡൗൺലോഡ് ആസ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ആസ് ഗസ്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് വേണം, ഒരു മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആസ് ഗസ്റ്റ് കൊടുക്കാം. ഡൗൺലോഡ് ആസ് ഗസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അത് ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. നിങ്ങളുടെ നെയിം, ഇമെയിൽ ID എല്ലാം കൊടുക്കാനായിട്ട് പറയും. നെയിം, ഇമെയിൽ ID കൊടുക്കുക. നിങ്ങൾക്ക് മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ ഫർദർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വേണം. ലൈക്ക് അവർ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ, പുതിയൊരു സോഫ്റ്റ്വെയർ ഇറക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം. അങ്ങനത്തെ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിക്ക് ചെയ്യാം. ഈ ബോക്സ് ടിക്ക് ചെയ്യാം. പ്ലീസ് കീപ് മീ ഇൻഫോംഡ് അബൌട്ട് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഫോർ ദി സോഫ്റ്റ്വെയർ ഓർ ന്യൂ സോഫ്റ്റ്വെയർ ഇൻ ദ സെയിം കാറ്റഗറി. അതായത് ഇതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഇപ്പോൾ നമ്മൾ 8.1 അങ്ങനെ എന്തോ ഒരു വേർഷനാണ് നമ്മൾ കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെയിൽ വരും. എന്നിട്ട് ഇവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം ഗെറ്റ് ലിങ്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ് ലിങ്ക് ടു ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ മെയിലിലോട്ട് നിങ്ങൾക്കൊരു ലിങ്ക് വരും. ഒരു ST മൈക്രോ കൺട്രോളറിൻ്റെ ഒരു മെയിൽ വരും. ഈ മെയിലിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇത് ആക്ച്വലി 24 hours വാലിഡിറ്റി ഉള്ള ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെയിൽ കിട്ടിയിട്ട് 24 hours നിങ്ങളിത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ഡൗൺലോഡ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ ടേക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പേജിനകത്തോട്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ട അതേ പേജ് തന്നെയാണ്. ആ പേജിനകത്തോട്ടായിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എൻ്റെ വിൻഡോസ് ആണ്. അപ്പം ഞാനിവിടെ ഈ ഗെറ്റ് ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ വേർഷൻ, അത് 1.18.1 എന്ന് പറയുന്ന വേർഷൻ STM32 ക്യൂബ് ഐ ഡി വിൻഡോസ് ഇൻസ്റ്റാളർ എൻ്റെ അതിനകത്തോട്ട് ഡൗൺലോഡ് ആവും. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഡൗൺലോഡറാണ്. കുറച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1.1 GB ഉണ്ട് ഈ പാക്കേജ്. സോ നമുക്ക് അതിനകത്തോട്ട് പോവാം. അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. ആ സിപ്പ് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് എക്സ്ട്രാക്ട് ചെയ്യാം. അതൊരു കംപ്രസ് ഫോമാറ്റിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഇൻസ്റ്റാളർ ഉണ്ടാവുന്നത്. STM32 ക്യൂബ് ഐ ഡിയുടെ ഇൻസ്റ്റാളർ ബേസിക്കലി ഈ ഒരു ഇതിനകത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നാൽ ഇവിടെ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളിത് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് ഇത്രയും സ്പേസ് ഉണ്ട് എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഡൗൺലോഡ് ആയപ്പോൾ തന്നെ അറൗണ്ട് 1 GB സ്പേസ് അത് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ആ സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം
നിങ്ങളിത് ചൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരു ഹൈ സ്പീഡ് വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡൗൺലോഡ് ആവും, ഇല്ലെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും നിങ്ങൾക്കൊരു കുറച്ച് സമയം എടുക്കും. ഞാൻ ഓൾറെഡി ഇത് എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ വേറെ വേർഷൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിപ്പോൾ 1.18.1 എന്ന് പറയുന്ന വേർഷനാണ് എൻ്റെതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ 1.18.2 എന്ന് പറയുന്ന വേർഷൻ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ബേസിക്കലി അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോപ്പപ്പ് വരും, ഒരു വിൻഡോ വരും. ആ വിൻഡോനകത്ത് നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുക, എവിടെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള ലൊക്കേഷൻ കൊടുക്കുക. ആ ലൊക്കേഷൻ കൊടുത്തിട്ട് അതിനകത്ത് അവർ കുറേ പാക്കേജസ് ചോദിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ പാക്കേജസ് ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് ചോദിക്കും. ബൈ ഡീഫോൾട്ട് അത് ഓൾറെഡി കുറേ എല്ലാം സെലക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അതേപോലെ തന്നെ കൊടുക്കാം. ഇപ്പോൾ യെസ്, ഇതിനകത്ത് വന്നു. ഡു യു വാണ്ട് ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു ദ ഡിവൈസ്? യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് വൈൽ സെറ്റപ്പ് ഈസ് ലോഡിങ് വെരിഫൈങ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് കറക്റ്റ് സ്ഥലത്ത് നിന്ന് തന്നെയാണോ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ഇറ്റ് അഗെയിൻ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അതിനകത്ത് അത് ചോദിക്കില്ല, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്. അപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഐ അഗ്രി കൊടുക്കുക. എവിടെയാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും സ്പേസ് റിക്വയർഡ് എത്ര GB സ്പേസ് വേണം എന്നുള്ള. ഇതിനകത്ത് 3.5 GB സ്പേസ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അത്രയും സ്പേസ് ഉണ്ടാവണം. ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. സോ ആ സ്പേസ് ഉണ്ടാക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിനകത്ത് ബൈ ഡീഫോൾട്ട് എന്താണോ ഉള്ളത് അത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനത് ക്യാൻസൽ ചെയ്യാണ്. വൺസ് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ STM32 ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ, ബേസിക്കലി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ലാസ്റ്റ് ചോദിക്കും നിങ്ങൾക്ക് ഷോർട്ട് കട്ട്, ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് വേണമെന്നുള്ള. ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് STM32 ക്യൂബ് ID ഇവിടെ ഇൻസ്റ്റാൾ ആവും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആമിൻ്റെ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത്, STയുടെ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം.